കർത്താവിൻ്റെ ദിവസനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാവീദ് രാജാവ് പറഞ്ഞു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒരുമിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. കർത്താവിനെ ആരാധിക്കാൻ ദൈവമക്കൾക്ക് ഒരു സ്വർഗീയ ഭാഷ തന്നിട്ടുണ്ട്. ഇതിനെ പലരും കുറ്റം പറയുന്നവരുണ്ട്, പലരും ദുഷിക്കുന്നവരുണ്ട്, പല തർക്കങ്ങളും ഇതിനെക്കുറിച്ചുണ്ട്. എന്നാൽ ശ്രേഷ്ഠകരമായ കർത്താവിൻ്റെ വേല ചെയ്തവരും അത്ഭുത രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവരും അതുപോലെ തന്നെ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറിയിട്ടുള്ള ലോകം ജഡം പിശാചിനെ ജയിച്ചിട്ടുള്ള എല്ലാ കർത്താവിൻ്റെ ദാസന്മാരും അന്യഭാഷ വരം ലഭിച്ചവരാണ്. അവരതൊക്കെയും ഉപയോഗിച്ചിട്ടുമുണ്ട്. കർത്താവിൻ്റെ മക്കളെ, നമുക്കതൊരു പുച്ഛമാണ്. എന്നാൽ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ മക്കൾക്ക് മേത്തരമായ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരൊറ്റ അധ്യായം മാത്രമേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പലരും അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതിലേക്ക് പ്രവേശിക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. അതിനെ അവഗണിച്ചുകൊണ്ട്, അന്യഭാഷയെ അവഗണിച്ചുകൊണ്ട് മനുഷ്യൻ പലതരത്തിലുള്ള ദുഷ്ട ചിന്തകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും അതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മേനെ മേനെ തെക്കേൽ ഉപ്രസി. പഴയ നിയമകാലത്ത് അന്യഭാഷയുണ്ട്. അതായത് രാജാവിൻ്റെ കിങ്കരന്മാർക്കും പരിചാരകന്മാർക്കും ശകുനവാസികൾക്കും മന്ത്രവാദികൾക്കും ആർക്കും ഈ വാക്യം വായിക്കാനായിട്ട് കഴിഞ്ഞില്ല. രാജാവിൻ്റെ അരമനയുടെ ഭിത്തിയിൽ എഴുതിയിരുന്നാണ് മേനെ മേനെ. ഒരു കൈപ്പത്തി ഉയർന്നു വന്നു, മേനെ മേനെ തെക്കലൂപ്രസീം എന്ന് എഴുതുവാനായിട്ട് തുടങ്ങി. ഈ ഒരാൾക്കും അത് വായിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദാനിയേൽ അത് വായിക്കുവാനായിട്ടിടയായി. അന്നും അന്യഭാഷയുണ്ട്. സ്തോത്രം. പുതിയ നിയമസഭയുടെ മക്കൾക്ക് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന് തൻ്റെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് പിളർന്ന നാവായിട്ട് അഗ്നിജ്വാലയായിട്ട് ഇറങ്ങി വന്ന് തൻ്റെ മക്കളിൽ പ്രവേശിച്ച ആ നിമിഷം അവർ വായി തുറന്നു. അവർ അന്യഭാഷകളിൽ സ്തുതിക്കാനായിട്ട് തുടങ്ങി. അന്ന് അവർക്ക് ഒരു ഭാഷയിൽ സംസാരിച്ച് നിരവധി ഭാഷക്കാരെ അറിയിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അവർ ഒരു ഭാഷയിൽ സംസാരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പല ഭാഷയിലും അവർക്ക് വിവരിച്ച് എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക വിധത്തിൽ അന്ന് അത്തരമൊരു ഭാഷ കൊടുത്തത്. അതിൻ്റെ ശേഷമുള്ള അന്യഭാഷ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ആരും തിരിച്ചറിയാത്ത ഭാഷ കർത്താവും തൻ്റെ മക്കളും കൂടി ചേർന്ന് സംസാരിക്കുവാൻ, ഒരു മണവാട്ടിയോട് മണവാളൻ സംസാരിക്കുന്ന പോലെ, മണവാട്ടി മണവാളനോട് സംസാരിക്കുന്ന പോലെ തൻ്റെ പ്രിയ കർത്താവിനോട് സംസാരിക്കുവാൻ, സ്തോത്രം, ആമേൻ, ആത്മപ്രിയനോട് പ്രാണപ്രിയനോട് സംസാരിക്കുവാൻ, അവൻ എൻ്റെ പ്രിയൻ, ഹല്ലേലൂയ, അതാ എൻ്റെ പ്രിയന്റെ സ്വരം. അവൻ മലകൾമേൽ ചാടിയും കുന്നുകൾമേൽ കുതിച്ചും കൊണ്ട് വരുന്നു. സ്തോത്രം. അവൻ ഭാഷകളാൽ, സ്തോത്രം, നിങ്ങളെ ആനയിക്കുകയാണ്. നിങ്ങളുടെ ആ കൊഞ്ചൽ കേൾക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, സ്തോത്രം, ആദ്യമായിട്ട് ഭാഷ സംസാരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ അതിൻ്റെ മാതാവിന് അതറിയാം. കണ്ടു നിൽക്കുന്നവർക്ക് അറിയില്ല. എന്നാൽ അതിൻ്റെ അമ്മയ്ക്ക് അതിനറിയാം. അത് മുല കുടിക്കാനാണോ, പാല് കുടിക്കാനാണോ, വെള്ളം കുടിക്കാനാണോ, അതോ ഉറുമ്പ് കടിച്ചിട്ടാണോ, എന്തുകൊണ്ടാണോ, വേദനിച്ചിട്ടാണോ, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് ഈ സംസാരിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ അതിൻ്റെ അമ്മയ്ക്ക് അതിനറിയാം. അതുപോലെയാണ് സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, സ്തോത്രം, കുഞ്ഞാകുന്ന നിങ്ങൾക്ക്, നമ്മളെല്ലാവരും ബാലന്മാരാ, നിങ്ങളെല്ലാവരും ശിശുവാ, നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ശിശുവാ. ഹല്ലേലൂയ. ശിശുക്കളായിരുന്നും കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്, സ്തോത്രം, ആമേൻ, യെരിഹോ കോട്ടയെ തകർത്തെറിയുവാൻ കർത്താവ് തൻ്റെ മക്കൾക്ക് കൊടുത്ത സ്തുതി എന്ന മേലാട ഉപയോഗിച്ചപ്പോൾ, സ്തുതിയും സ്തോത്രവും മുഴക്കിയപ്പോൾ അവർക്ക് യെരിഹോ കോട്ട അവരുടെ മുമ്പാകെ അപ്രത്യക്ഷമായി. എങ്കിൽ ചില പൈശാചികളെ, ശക്തികളെ തകർത്തെറിയുവാൻ വർഷങ്ങളായിട്ട് തൻ്റെ മക്കളെ അതേ നാശത്തിലേക്ക്, സ്തോത്രം, ആമേൻ, നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ അധികാരം ഏറ്റെടുത്തുകൊണ്ട് രോഗ ആത്മാവിനെ ശാസിക്കുവാൻ, രോഗ അണുക്കളെ നിർവീര്യമാക്കുവാൻ,
അതുപോലെ തന്നെ കർത്താവിനോട് ചേർന്നിരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്ന ആരും തിരിച്ചറിയുന്നില്ലല്ലോ. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ഒരുത്തിനും അറിയാത്തത് കൊണ്ട് നമുക്ക് കർത്താവിനോട് സംസാരിക്കുവാൻ, പ്രാർത്ഥിപ്പാൻ ദൂതന്മാരുടെ ഭാഷ കർത്താവ് തന്നിരിക്കുകയാണ്. ആർക്കും തിരിച്ചറിയാത്ത ഭാഷ. ഹല്ലേലൂയ. തന്റെ പ്രിയനായ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിനോട് സംസാരിക്കാൻ, നമ്മുടെ രക്ഷിതാവിനോട് സംസാരിപ്പാൻ, നമ്മുടെ ബലഹീനതയിൽ ബലം പകരേണ്ടതിന് കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അത്യുത്തമമായ ഭാഷയാണ് സ്തോത്രം ആമേൻ അന്യഭാഷ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും സ്തോത്രം ഒന്നും പഠിച്ചിട്ടൊന്നല്ല വന്നിരിക്കുന്നത്. സ്തോത്രം നമുക്ക് മലയാളത്തുകാരാണ് ഈ മലയാളം പറയാൻ അറിയില്ലായിരുന്നു. എന്നാൽ സ്തോത്രം കുഞ്ഞുനാളിൽ നമ്മളെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തല വല വല തവള അങ്ങനെയാണ് പഠിച്ചു വന്നത്. സ്തോത്രം നിങ്ങളും അതുപോലെ സ്തോത്രം നമുക്ക് കിട്ടുന്ന ഭാഷ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ദൈവം ആത്മാവാകുന്നത് കൊണ്ട് ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ആത്മാവിന്റെ ഭാഷയാണ്. എല്ലാ വാക്കുകളിലും യേശു യേശു എന്ന് അത് എബ്രായ പദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം അതിനത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ സ്തോത്രം ആമേൻ എല്ലാവരും യേശു യേശു അവനാൽ ഹല്ലേലൂയ അവന്റെ വചനമാണ് നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളിൽ വ്യാപരിക്കുന്നത്. വചനമായ ക്രിസ്തുവിനെയാണ് നിങ്ങൾ ഏറ്റുപറയുന്നത്. വാക്കെന്ന് പറയും ദൈവവചനത്തിൽ നിന്നുള്ളതാ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്നു മുതൽ സംസാരിക്കാനായിട്ട് നിങ്ങൾ അധരങ്ങൾ തുറക്കുക. എൻ്റെ അധരം കർത്താവ് സ്തോത്രം ഇതേ ഹോളിൽ വെച്ച് തുറന്നത. എനിക്ക് അന്യഭാഷ വരം ലഭിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 40 അടുത്ത 40 80 ദിവസം ആദ്യത്തെ 40 ദിവസം ഒരു ഭക്ഷണം കഴിക്കാതെ പച്ചവെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ചുകൊണ്ട് ഞാൻ അന്യഭാഷ ലഭിക്കുവാൻ വേണ്ടി കർത്താവിനോട് യാചിച്ചു. കിട്ടിയില്ല. 10 ദിവസം മാറ്റിവെച്ചുകൊണ്ട് അടുത്ത ദിവസം പിന്നീട് ഒരു ഗ്ലാസ് കഞ്ഞി മാത്രം ഓരോ ദിവസം കുടിച്ചുകൊണ്ട് വയറിനസുഖം വന്നപ്പോൾ കഞ്ഞി മാത്രം കുടിച്ചുകൊണ്ട് അടുത്ത 40 ദിവസം ഉപവസിച്ചു. കിട്ടിയില്ല. ഞാനതിൽ പരിഭവമൊന്നുണ്ടായില്ല. സ്തോത്രം. ഞാൻ നാടൻ ഭാഷയിൽ പറയട്ടെ, കുറുക്കൻ മുന്തിരിപ്പഴത്തിന് ചാടിയിട്ട് അത് കഴിക്കണോ കുളിക്കണോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ കുറ്റം പറയാനൊന്നും പോയില്ല. പക്ഷേ ഒരു വലിയ വേളയിൽ 3:30 മണി സമയത്ത് ഞാൻ ഇതേപോലെ എനിക്ക് കിട്ടാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ ഇങ്ങനെ തുടങ്ങിയപ്പോൾ കർത്താവ് എൻ്റെ വായി തുറന്നു. സ്തോത്രം. പൈശാചിക ശക്തികളുടെ മേൽ അധികാരം തന്നു. രോഗാത്മാക്കളുടെ മേൽ അധികാരം തന്നു. പ്രാണപ്രിയനുമായിട്ട് മണിക്കൂറുകളോളം സംസാരിക്കാൻ, നമ്മുടെ നാഥനുമായിട്ട് മണിക്കൂറുകളോളം സംസാരിപ്പാൻ ഇരുന്ന ഇരിപ്പിൽ സ്തോത്രം ഇങ്ങനെ പോകുന്നത് അറിയാതെ പോലെ 2.5 മണിക്കൂർ 3 മണിക്കൂർ ഞാൻ ഒരേ ഇരിപ്പിലിരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാനുള്ള കൃപ കർത്താവ് തന്നു. ഇതൊരു കൃപാവരമാണ്.